ഹായ് കൂട്ടുകാരെ, എൻ്റെ ജന്മസ്ഥലമായ താബോർ എന്ന കൊച്ചു ഗ്രാമം, ഈ ഗ്രാമത്തിൻ്റെ നേർക്കാഴ്ചകൾ. താബോർ ഹിൽ ടോപ്പിലേക്കും കൊട്ടത്തൽച്ചി കുരിശുമലയിലേക്കും തീർത്ഥാടനത്തിനായി വരുന്ന വിനോദസഞ്ചാരികൾക്ക് വിശ്രമ കേന്ദ്രം ഈ വർഷം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇത് പഴയ എൻ്റെ ഏതൻ ടീ ഷോപ്പ്, ഇപ്പോൾ ഇവിടെ പ്രവർത്തനമില്ല. ഞങ്ങൾ പാലളക്കുന്ന താബോർ ക്ഷീരോത്പാദക സഹകരണ സംഘം. ഇത് കൊട്ടത്തൽച്ചി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുന്ന റൂട്ടാണ്. മൊഹാൽമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് താബോർ. ഇതിവിടുത്തെ ഒരു ടീ ഷോപ്പാണേ, അതിമനോഹരമായ ഒരു ടീ ഷോപ്പ്. വിനോദസഞ്ചാരത്തിനായി വരുന്ന എല്ലാ തീർത്ഥാടകർക്കും ആവശ്യമായ കുടിവെള്ളം, ശീതളപാനീയങ്ങൾ, ചായ, ചെറുകടികൾ, അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഈ കടയിൽ കിട്ടുന്നതാണ്. താബോർ കുരിശുപള്ളി ടീ ഷോപ്പ്. ഈ സമയത്ത്, ഉച്ച സമയത്ത് ഇവിടുത്തെ കടകളൊന്നും തുറന്ന് പ്രവർത്തിക്കുന്നതല്ല. ഏകദേശം 4 മണിയോട് കൂടിയാണ് ഇവിടുത്തെ ഷോപ്പുകളൊക്കെ ഇനി വീണ്ടും ഉച്ചയ്ക്ക് ശേഷം തുറക്കുക. ഇതാണ് എൻ്റെ വൈഫിൻ്റെ ടൈലറിങ് ഷോപ്പ്. എംബ്രോയിഡറി, ലേഡീസ് ടൈലറിങ്, ചുരിദാർ മേക്കിങ്, വെഡ്ഡിങ്, ടോപ്പ് സാരി, വെഡ്ഡിങ് സാരി, ഡിസൈനിങ്, മേക്കപ്പ് എല്ലാം ചെയ്യുന്ന സ്ഥലം. അതാണ് എൻ്റെ വൈഫ്. വളരെ തിരക്കിലാണ്, കയ്യിലാണ്. പിന്നെ അത്യാവശ്യം തുണികളൊക്കെ തയ്ച്ചു കൊടുക്കുന്നു. കുറച്ച് തുണികളൊക്കെ വിൽക്കുന്നുണ്ട്. ചുരിദാർ, നൈറ്റി, അത്യാവശ്യ സാധനങ്ങൾ, തുണി ഐറ്റങ്ങൾ വിൽപ്പനയുണ്ട്. എത്ര വർഷമായി തയ്യൽ തുടങ്ങിയിട്ട്? 20 28 വർഷമായി തയ്യൽ മേഖലയിൽ ഈ താബോറിൽ എൻ്റെ ഭാര്യ ഇവിടെ വർക്ക് ചെയ്യുന്നു. അവൾ എപ്പോഴും എന്നോട് പറയാറുണ്ട്, ഈ ജോലി എനിക്ക് വളരെ സംതൃപ്തി നൽകുന്നതാണ്. കാരണം പുതിയ യൂണിഫോമൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ കുട്ടികൾ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി അവരുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന വലിയ സന്തോഷം അതൊരു വലിയ ആനന്ദം നൽകുന്ന സംഗതിയാണ്. പിന്നെ സ്ത്രീകൾക്കുള്ള എല്ലാ വസ്ത്രങ്ങളും ഇവിടുന്ന് തയ്ച്ചു കൊടുക്കും. ഈ ജോലിയിൽ അവൾ വളരെ ഹാപ്പിയാണ്. ആലക്കോട് ഉദയഗിരി താളിപ്പാറ വഴി താബോറിലേക്ക് പ്രവേശിക്കുന്ന റോഡാണിത്. ഇവിടമാണ് ഞങ്ങളുടെ താബോർ താഴത്തെ സിറ്റി. ഇവിടെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. താബോർ ഏഞ്ചൽ വില്ല. ഇതാണ് ഇങ്ങനെ താബോർ സെൻറ്റ് ജോസഫ് LP സ്കൂൾ. ഇവിടെയാണ്
നിങ്ങൾ റേഷൻ ഒക്കെ വാങ്ങാൻ വരുന്ന ഈ പ്രദേശവാസികളുടെ റേഷൻ കട. പിന്നെ ഇവിടെ ഒരു കടയുണ്ട്. ഇവിടെ ഒരു നല്ലൊരു കടയുണ്ട്. അത്യാവശ്യ സാധനങ്ങളൊക്കെ ഈ കടയിൽ ലഭിക്കുന്നതാണ്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം. ഈ വഴി നേരെ പോയാൽ തിരുമേനിക്കാണ് പോകുന്നത്. തിരുമേനി ചെറുപുഴ. കുടിയേറ്റ കേന്ദ്രമായ മലബാറിലെ കുടിയേറ്റ കേന്ദ്രമായ താവൂർ എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ എല്ലാ വികസനങ്ങളുടെയും അടിസ്ഥാന കേന്ദ്രമാണ് സെൻറ്റ് ജോസഫ് ചർച്ച് താബോർ. ഈ ദേവാലയത്തിലാണ് എൻ്റെ ആത്മീയ വളർച്ചയുടെ ആദ്യ പാഠങ്ങൾ സ്വീകരിച്ചത്. ആദ്യ കുർബാന, സ്ഥൈര്യവനം, വിവാഹം ഒക്കെ നടന്നത് ഈ ആത്മീയ കേന്ദ്രത്തിൽ നിന്നാണ്. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഏകദേശം 50-60 എൻ്റെ അന്ത്യവിശ്രമവും ശുശ്രൂഷകളും ഈ ദേവാലയത്തിൽ വെച്ച് തന്നെ ആയിരിക്കണമെന്നതാണ് എൻ്റെ ആഗ്രഹം.